പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം അനുസരണത്തിലൂടെ അനുഗ്രഹം. എല്ലാ അനുഗ്രഹങ്ങളുടെയും തൊട്ട് മുമ്പ് ദൈവം ഒരു അനുസരണം ആവശ്യപ്പെടുന്നു. ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സിബിച്ചൻ എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ പുളിങ്കുന്ന് കായൽപ്പുറം സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്ന ആളാണ്. എനിക്ക് എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഏതാണ്ട് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അതിശക്തമായ തലയ്ക്കകത്ത് വേദനയായിരുന്നു. അപ്പം ഏതാണ്ട് ഒരു 44-45 വർഷം നമുക്ക് കണക്ക് കൂട്ടാം. അപ്പം അതായത് ഓർമ്മ വെച്ച നാള് തൊട്ട് തലയ്ക്കകത്ത് ഭയങ്കര ഒരു പ്രത്യേക കഠിനമായ തലവേദന അല്ലേ? തലവേദനയല്ലേ? തലവേദന ഉണ്ടാകുന്ന കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വിക്സോ മറ്റ് ബാമോ പുരട്ടി മാറുന്ന ഒരു തലവേദന അല്ല. തലവേദന വന്നു കഴിഞ്ഞാൽ ശരീരം മൊത്തം വെട്ടി വിയർക്കുക, ശരീരം തളർന്നു പോവുക. ആ നിൽക്കുന്നിടത്ത് തന്നെ ചിലപ്പോൾ താഴെ വീണ് പോണ അവസ്ഥയാണ്. പല പ്രാവശ്യം ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും വഴിയിൽ വീണ് കിടന്നിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വഴിയിൽ തലവേദനകൾ മുറിച്ചാൽ വഴി വീണ് കിടക്കുക, അതുപോലത്തെ തലവേദന. അപ്പൊ ചെറുപ്പം തൊട്ടുള്ളതാണ്, സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട്. ഇപ്പൊ ഏതാണ്ട് വയസ്സ് എത്ര ഉണ്ടാവും? 47 വയസ്സുണ്ട്. ഇപ്പൊ 47 വയസ്സായി. അപ്പൊ ഈ 47 വയസ്സ് വരെ അങ്ങോട്ട് സഹിച്ച്. അപ്പോൾ ആ സമയം മുതൽ എന്നെ ആദ്യമൊക്കെ വീട്ടുകാർ പറഞ്ഞു സ്കൂളിൽ പോകാൻ മടിയായിട്ടാന്ന് പറഞ്ഞു. അത് ചില പക്ഷേ അത് സ്ഥിരമായിട്ട് തലവേദന വന്നു തുടങ്ങിയപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി ഇത് അതല്ല, ഇത് പ്രശ്നമാണെന്ന് അവർക്ക് മനസ്സിലായി. എന്നെ അന്നേരം ആ സമയം മുതൽ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകാൻ തുടങ്ങി. ആ സമയം മുതൽ നല്ല നല്ല ഹോസ്പിറ്റലുകൾ തന്നെ ഏതാണ്ട് ഇപ്പോൾ ഈ സമയം വരെയാണ്ട് 30ഓളം ഹോസ്പിറ്റലുകൾ ഞാൻ കണ്ടു കഴിഞ്ഞു. ഏറ്റവും നല്ല ഹോസ്പിറ്റലുകൾ ഇത് ഈ 47 വയസ്സിനുള്ളിൽ 30 ബെസ്റ്റ് നല്ല ഹോസ്പിറ്റൽ കണ്ടു കഴിഞ്ഞിട്ട്. പിന്നെ ചെറുതും അതൊന്നും കണക്കാക്കണില്ല, ക്ലിനിക്കൊക്കെ വേറെ. ഒരുവിധം കൊള്ളാവുന്ന വിധത്തിലുള്ള 30ഓളം ഹോസ്പിറ്റലുകളിൽ പോയി ചികിത്സ നടത്തി. 47 വയസ്സുണ്ട്. ഇത്രയും പ്രായത്തിനിടയ്ക്കാണ്ട് ഒരു ലോഡ് മരുന്ന് കഴിച്ചു കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപാട് മരുന്ന് അല്ലേ? ഒരു ലോഡ് മരുന്ന്, അതുപോലെ മരുന്ന് ഞാൻ കഴിച്ചു. എനിക്ക് അവസാനം വേദനയുടെ മരുന്ന് കഴിക്കുമ്പോഴത്തേക്കും വയറ്റിലൊക്കെ തീ കത്തുന്ന പോലെ അനുഭവപ്പെടുകയായിരുന്നു. അപ്പോൾ അങ്ങനെ മരുന്നൊക്കെ കടയിൽ നിന്ന് വാങ്ങും, കടക്കാർക്ക് നല്ല പരിചയമായി കാണും അല്ലേ? കടയിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്കും സ്ഥിരമായിട്ട് പെയിൻ കില്ലർ വാങ്ങുമ്പോഴത്തേക്കും കടയിലെ പയ്യനും പോലും അതിശയമായി, ചേട്ടൻ ആർക്കാണ് ഈ ഇതിന് മാത്രം മരുന്ന് വാങ്ങിക്കൊണ്ട് പോകണമെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ആർക്കും അല്ല, എനിക്ക് തന്നെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കഴിച്ചില്ലെങ്കിൽ എനിക്കിപ്പോൾ പ്രശ്നമാണെന്ന് പറഞ്ഞു. കാര്യം എൻ്റെ തല നേരെ നിൽക്കില്ല. ഇത്രയും മരുന്ന് വാങ്ങിയത് കടക്കാർക്ക് തന്നെ അതിശയം. ഇങ്ങനെ വാങ്ങരുതെന്നാണ് കടക്കാർ പറയണത്. ഇപ്പോൾ അങ്ങനെ വന്ന് എനിക്ക് മാസത്തിൽ 1-2 ഉണ്ടായിരുന്ന തലവേദന ഒരു 2-3 വർഷമായിട്ട് അത് ആഴ്ചയിലൊന്നായി, അത് 2 ദിവസം കൂടുമ്പോഴായി, ഡെയിലിയായി. അതായത് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഇത് കൂടുതലും വരുന്നത് ഇപ്പോൾ ഒടുവിൽ വന്നത് രാത്രി 12 മണി 1 മണി സമയത്ത് മിന്നൽ പോലെയാണ് തലവേദന വരുന്നത്. പെട്ടെന്ന് കിടക്കുന്ന ഞാൻ ചാടി എഴുന്നേക്കും വേദന കൊണ്ട്. അപ്പോഴത്തേക്കും വൈഫ് തല മസാജ് ചെയ്ത് അവളൊരു പരിവായി. അങ്ങനെ വന്ന് അപ്പോൾ എനിക്ക് കിടക്കാൻ മേല, ഇരിക്കാൻ മേല, നടക്കാൻ മേലാത്ത അവസ്ഥ. ഞാൻ ആ തറയിലിറങ്ങി കുത്തിയിരുന്ന് ഭിത്തിയിലേക്ക് ചാരി വായും പൊളിച്ച് മേലോട്ട് നോക്കി കരഞ്ഞോണ്ടിരിക്കും. ഇവളോട് ഞാൻ പറയാറുണ്ട് ഇനി മസാജ് ചെയ്യണ്ട, അവിടെ നല്ല കൂടെ ചുറ്റിക ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ആ ചുറ്റിക എടുത്ത് എൻ്റെ തലയടിച്ച് പൊളിക്കാൻ പറഞ്ഞു. ഞാൻ അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത വേദന. തലവേദന മൂർച്ചയ്ക്ക് പറയാം, ആ ചുറ്റിക എടുത്ത് 2 ഇടി ഇടിക്കാൻ പറയും തലക്കെട്ട്. അതായത് നമുക്ക് കൊണ്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള അടുത്തയാളോട് തലക്കെട്ട് ഇടിക്കാൻ പറയും. അങ്ങനെ വന്ന് ലാസ്റ്റ് ഒരു രക്ഷയില്ലാതായി. ഞാൻ ഏതാണ്ട് കടല കുറയ്ക്കുന്ന പോലെ പെയിൻ കില്ലർ കഴിക്കാൻ തുടങ്ങി. 5-6 ഗുളിക കഴിച്ചാലും മാറാത്ത അവസ്ഥ. പാതിരാത്രി പിന്നെ ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കുക, അവിടുന്ന് അവർ വീണ്ടും ഗുളികയും തരും. അങ്ങനെ കഴിച്ചാണ് എനിക്കൊരു ആശ്വാസം കിട്ടി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ഞാൻ
ഇവിടെ തൃശ്ശൂർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത്ര ശക്തമായ വേദന എനിക്ക് അനുഭവിച്ചത്. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇതെങ്ങനെ മാറും, ഞങ്ങൾ എന്നും പ്രശ്നങ്ങൾ, എനിക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇവളുടെ ചേച്ചി, വൈഫിൻ്റെ ചേച്ചി സിസ്റ്ററാണ്, സിസ്റ്റർ പഞ്ചാബിലായിരുന്നു, പഞ്ചാബിൽ നിന്ന് അട്ടപ്പാടിയിലേക്ക് പഞ്ചാബിൽ കിടന്ന സിസ്റ്റർ ഇവിടെ ധ്യാനം കൂടാൻ വന്നു. എന്നിട്ട് എനിക്ക് പറ്റിയില്ല. ശരി, അപ്പൊ ഇതിനു മുമ്പ് ധ്യാനം കൂടിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ആദ്യമായിട്ട് കൂടുന്ന ഒരു പരിപാടിയാണ് ഈ ധ്യാനം. 47 വയസ്സ് വരെ കേരളത്തിൽ ജീവിച്ചിട്ട് ഇതുവരെ ധ്യാനം കൂടിയിട്ടില്ല. എന്നിട്ട് അപ്പൊ എന്ത് ചെയ്തു, പഞ്ചാബിലെ സിസ്റ്റർ വന്ന് ധ്യാനം കൂടിയിട്ട് പറഞ്ഞ് പോയി ധ്യാനം. ഇവിടെ വന്ന് സിസ്റ്റർ ആദ്യം ധ്യാനം കൂടിയപ്പോൾ തന്നെ ഞങ്ങളെ നിർബന്ധിക്കാൻ തുടങ്ങി, നിങ്ങൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ധ്യാനം കൂടും, നിങ്ങളുടെ ഈ പ്രശ്നം മാറുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വരാം സിസ്റ്റർ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ 4 മാസത്തോളം സിസ്റ്റർ ഇവിടെ ശുശ്രൂഷ ചെയ്തു. എന്നിട്ട് ശുശ്രൂഷ ചെയ്ത് സിസ്റ്റർ ഇവിടുന്ന് സ്ഥലം മാറി വേറെ മഠത്തിലേക്ക് പോയിട്ട് ഞങ്ങൾക്ക് ഇവിടെ വരാൻ സാധിച്ചില്ല. ലാസ്റ്റ് സിസ്റ്റർ തന്നെ ധ്യാനം ബുക്ക് ചെയ്തു മെയ് മാസം. അങ്ങനെ ഞങ്ങൾക്ക് ജൂലൈ 14 തീയതിയിലേക്ക് ഞങ്ങൾക്ക് കിട്ടി. 4 പേർക്കും ബുക്ക് ചെയ്തു. പക്ഷേ ധ്യാനം കൂടാറായപ്പോഴത്തേക്കും കുട്ടികൾക്ക് എക്സാം, അവിടെയും പ്രശ്നം. പിന്നെ ഞങ്ങൾ കൂടി ആലോചിച്ചു. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ പോയി നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ ഞാൻ മനസ്സോടെ വന്നു. അപ്പോൾ ഞാൻ പോകുന്ന വഴിയെല്ലാം ഒരു 10-20 പെയിൻ കില്ലറുമായിട്ടാണ് പോരുന്നത്. അപ്പോൾ എൻ്റെ ബാഗിനകത്ത് 3 സൈസ് പെയിൻ കില്ലർ ഇട്ടിട്ടുണ്ട്, കുറേ ഉണ്ട്. അതുമായിട്ട് ഞാനിവിടെ ബസ് വന്നിറങ്ങി. എനിക്ക് യാത്ര ചെയ്യാൻ പാടില്ല, തണുപ്പടി കാറ്റടിക്കാൻ പാടില്ല. ഇവിടെ വന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങാറായപ്പോൾ എനിക്ക് തലവേദനയായി. ഇവിടെ വന്ന് മനസ്സോടെ ഞാനിവിടെ ബാക്കിലായിരുന്നത്. ഒരു ബ്രദർ പിടിച്ച് ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഫ്രണ്ടിൽ വന്നിരുന്നു. വൈകിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് ചായ കുടിക്കാൻ വിടപ്പോഴത്തേക്കും എനിക്ക് തലവേദന സ്ട്രോങ് ആയി തുടങ്ങി, കട്ടിയായി. ഞാൻ അവിടെ ചെന്ന് ആരും അറിയാതെ ഒരു ഗുളികയെടുത്ത് കഴിച്ചു. അങ്ങനെ കഴിച്ചു, ഇവിടെ വന്നിരുന്നു. രാത്രി മൊത്തം ചെറിയ വേദന ഉണ്ടായിരുന്നു. പിറ്റേ ദിവസവും തിങ്കളാഴ്ച എനിക്ക് വൈകിട്ടായപ്പോഴത്തേക്കും തലവേദനയായി. ഞാൻ വീണ്ടും ചായ കുടിക്കാൻ പോയപ്പോഴത്തേക്കും ഒരു ഗുളിക ആരും അറിയാതെ എടുത്ത് കഴിച്ചു. അങ്ങനെ വന്നു. പിന്നെ ചൊവ്വാഴ്ച കുമ്പസാരത്തിനുള്ള ഒരുക്കത്തിനുള്ള പ്രാർത്ഥനയും ഞാൻ ശക്തമായിട്ട് ഇവിടെ സുതിപ്പ് നടത്തുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് മനസ്സ് തുറന്നു കുമ്പസാരിക്കാൻ വേണ്ടി ഉള്ള സത്യം ഞാൻ തുറന്ന് പറയാണ്. നിങ്ങൾ ഇതുവരെ മനസ്സ് തുറന്ന് കുമ്പസാരിക്കുന്നുണ്ടെന്ന് കുമ്പസാരിക്കുക, മനസ്സ് തുറന്ന് കുമ്പസാരിക്കുക. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് അച്ഛനോട് ഞാൻ പറഞ്ഞു, ഈശോയോട് പറയുന്ന പോലെ ഞാൻ പറഞ്ഞ് കുമ്പസാരിച്ചു. ഈശോയെ കണ്ട് ശരിക്കും ജീവിതം കംപ്ലീറ്റ് കാര്യം ഏറ്റു പറഞ്ഞ് കുമ്പസാരിച്ച് കഴിഞ്ഞ് ഈ കുർബാനയെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പം സാംസനച്ചൻ ചോദിച്ചു, ഇപ്പം മനസ്സിന് സുഖം കിട്ടിയൊരു കൈവക്കാൻ പറഞ്ഞു. ഞാൻ ചാടി കൈവക്കി. കാര്യം എനിക്ക് എന്തോ ഒരു നല്ലൊരു സുഖം തോന്നി. എൻ്റെ ഭാരങ്ങളെല്ലാം പോയി വലിയൊരു ആശ്വാസം, സൗഖ്യം നിറഞ്ഞ പോലെ ഒരു അനുഭവമാണ്. അങ്ങനെ 3-ാമത്തെ ദിവസം ഇവിടെ സുതിപ്പിൻ്റെ സമയത്ത് സാംസനച്ചൻ വിളിച്ചു പറഞ്ഞു, 4 അതിശക്തമായ മൈഗ്രെയിൻ അസുഖമുള്ള. അപ്പോൾ എനിക്ക് സൈനസും മൈഗ്രെയിനും കൂടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയതൊക്കെയാണ്. അപ്പോൾ തലച്ചോറിലേക്കുള്ള രക്തഓട്ടത്തിൻ്റെ കുറവാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ സാംസനച്ചൻ വിളിച്ചു പറഞ്ഞു, 4 മൈഗ്രെയിൻ രോഗികളെ, ശക്തമായിട്ട് മൈഗ്രെയിൻ രോഗികളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ശബ്ദമെടുത്ത് ഞാൻ കർത്താവിനെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് അതിനകത്ത് കാണുമോ ഇല്ലെന്ന് എനിക്ക് സംശയമായിരുന്നു. പക്ഷേ ആ 3-ാമത്തെ ദിവസം മുതൽ എനിക്ക് തലവേദന ഇതേവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇന്ന് വരെ സന്തോഷമാണ്. ഇങ്ങനെ കൈയടിച്ചാൽ മതിയോ? കൈകൾ ഉയർത്തി, നന്നായിട്ട് കൈ ഉയർത്തി. പോരാ, ജീവനോടെ കുറച്ചും കൂടെ വേഗത്തിൽ ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം നമ്മൾ കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ ഒരു ദൈവ പൈതൽ ധ്യാനത്തിനിടയിലൊരു നിർദ്ദേശം കൊടുത്തു, കുമ്പസാരിക്കുക. അദ്ദേഹം അനുസരിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിത സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിധം വലിയ ദൈവകൃപ, സൗഖ്യങ്ങൾ, ദൈവാനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം അനുഭവമാക്കി കൊടുത്തു. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ രാത്രി, ഈ നിമിഷം വചനം കേൾക്കുന്ന മകനെ, മകളെ, ദൈവത്തിൽ നിന്നൊരു ഇടപെടൽ പ്രതീക്ഷിക്കുക. ദൈവത്തിൽ നിന്നോട് പ്രാർത്ഥിക്കുക. നീ ഒരു പക്ഷേ 10, 30, 40 വർഷമായി സഹിച്ചും വേദനിച്ചും നരകിച്ചും ബുദ്ധിമുട്ടി കടന്നു പോകുന്ന
അനവധി സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടായിരിക്കാം, കുഴഞ്ഞ പ്രശ്നങ്ങളുണ്ടായിരിക്കാം, കുഴഞ്ഞ രോഗങ്ങളുണ്ടായിരിക്കാം. അതിന് നടുവിൽ പ്രത്യാശയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ഈ സമൂഹത്തിലേക്ക് ദൈവ കൃപ ചൊരിയുകയാണ്. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന. ഓ ദൈവമേ, ഓ ദൈവമേ, ഉന്നതത്തിൽ നിന്ന് ഉന്നതത്തിൽ നിന്ന് ഉന്നതത്തിൽ നിന്ന് ശക്തി അയക്കണമേ. ഉന്നതത്തിൽ നിന്നും അതിനാളമായി ആത്മാവേ വരണേ. കെട്ടുപോയ ഉപ്പായെന്റെ ഉറകൂട്ടിയിടണമേ. കനലുകളൂതി തീയാക്കും എന്റെ കുറവുകളെല്ലാം നിറവാക്കും. ആത്മാവേ റുഹായേ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റുഹായേ എന്നിൽ കത്തി പടരണമേ. എല്ലാ ദൈവമക്കളും രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ജീവിക്കുന്ന കർത്താവേ, ഇപ്പോൾ അരൂപി അയക്കണമേ. കർത്താവേ, അങ്ങയുടെ അരൂപി അയക്കണമേ. അപ്പോൾ ഭൂമുഖം നവീകരിക്കപ്പെടും. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തി പടരണമേ. ആത്മാവേ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. ക്ഷീണിതർ ശക്തി പ്രാപിക്കും. സ്പർശിക്കണമേ, സ്പർശിക്കണമേ, തൊടണമേ, തൊടണമേ, ഇടപെടണമേ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ. ക്ഷീണിതരെ ശക്തിപ്പെടുത്തണമേ. വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യപ്പെടുത്തണമേ. അന്ധകാരത്തിരിക്കുന്നവരെ പ്രകാശത്തിലേക്ക് അനയിക്കണമേ. പാപബന്ധനങ്ങൾ ഇപ്പോൾ വിടുവിക്കണമേ. പാപച്ചങ്ങൾ കത്തിച്ചാമ്പലാകട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാവരും ദൈവത്തിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനുസരണത്തിലൂടെ അനുഗ്രഹത്തിലേക്ക്. ഇന്ന് അനവധി കുടുംബങ്ങൾക്കും അനവധി ആത്മാക്കൾ ജീവിതങ്ങൾക്കും അറിയാതെ പോകുന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ പാതയാണ് അനുസരണം. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ 25 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ചില പ്രത്യേക ദൈവവചനങ്ങളിലൂടെ എന്നെ പഠിപ്പിച്ച വളരെ വലിയൊരു രഹസ്യമാണ് അനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തെ അനുസരിക്കുക. അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം എനിക്ക് വേണ്ടി നിയോഗിച്ച് തന്നിട്ടുള്ളവരെ അനുസരിക്കുക. എനിക്കതിനു വേണ്ടി ദൈവം തന്ന ആദ്യത്തെ ഒരു ദൈവവചന ഭാഗമാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 22-ാം അധ്യായം 15 മുതൽ 18 വരെ തിരുലിഖിതങ്ങൾ. ആ വചനഭാഗങ്ങൾ ഒന്നുറക്കെ വായിക്കാം. കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ച് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിൻ്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിൻ്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരികൾ പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിൻ്റെ നഗരകവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട്
നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. എന്താ ഇവിടെ സംഭവിച്ചത്? ദൈവത്തിൻ്റെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു, ദൈവത്തിൻ്റെ മനസ്സിൽ സ്നേഹം നിറഞ്ഞു, വാത്സല്യം നിറഞ്ഞു, പ്രീതി നിറഞ്ഞു. മനസ്സ് നിറഞ്ഞ് ദൈവം അനുഗ്രഹിക്കുന്ന, മനസ്സറിഞ്ഞ് ദൈവം അനുഗ്രഹിക്കുന്ന ഒരു വചനഭാഗമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ 15 തൊട്ട് 18 വരെ തിരുലിഖിതങ്ങൾ. എന്താ അതിൻ്റെ കാരണം? അബ്രാഹത്തിൻ്റെ അനുസരണം. അബ്രാഹത്തിൻ്റെ അനുസരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രാഹം ദൈവത്തെ എപ്പോഴും അനുസരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിന് ഒരു സംശയം, ദൈവം അബ്രാഹം എത്രമാത്രം എന്നെ അനുസരിക്കും? അബ്രാഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ, ഒരുപാട് കാലത്തിന് ശേഷം വാർദ്ധക്യത്തിൽ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം വഴി ഇസഹാക്ക് ജനിച്ചു. അങ്ങനെ ജീവിതത്തിൽ ആകെ ഒരു കൺമണിയായിട്ട് കൊടുത്തിരിക്കുന്ന ഏക സന്താനമാണ്. ഇനി ഒരിക്കലും ഒരു കുട്ടി ജനിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം അബ്രാഹത്തിൻ്റെ ശരീരം മൃതപ്രായമായിരുന്നു, സാറയുടെ ഉദരം വന്ധ്യമായിരുന്നു, 90 കഴിഞ്ഞ് 100-ൻ്റെ അടുത്തെത്തി. എന്നിട്ട് ആ പ്രായത്തിലാണ് ഈ ഇസഹാക്ക് ജനിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു മഹാത്ഭുതമായിട്ട് ദൈവം കൊടുത്തതാണ്. അങ്ങനെ അതിനെ താലോലിച്ച് അങ്ങനെ കണ്ട് കൊതി തീരാതെ അങ്ങനെ താലോലിച്ച് അങ്ങനെ വളർത്തി കൊണ്ടുവരുമ്പോഴാണ് ഒരു ദിവസം ദൈവം അബ്രാഹത്തിൻ്റെ അനുസരണത്തെ പരീക്ഷിക്കുകയാണ്. അബ്രാഹാം, നിൻ്റെ ഏകപുത്രനായ ഇസഹാക്കിനെ മോറിയ മലയിൽ എനിക്ക് വേണ്ടി നീ ബലി ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രാഹത്തിൻ്റെ ഹൃദയം പതറി അങ്ങനെ അബ്രാഹാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന രംഗമല്ല പിന്നെ നമ്മൾ കാണുന്നത്. പല മാനുഷികമായ സംഘർഷഭരിതമായ നിമിഷങ്ങളിലൂടെ അബ്രാഹാം കടന്നു പോയിരിക്കാം. പക്ഷേ അബ്രാഹാം ഉറച്ചു നിന്നു, എൻ്റെ ദൈവത്തെ ഞാൻ അനുസരിക്കും. ഏത് പ്രായത്തിലാണെന്ന് ഓർക്കണം. മനസ്സിൻ്റെ അവസ്ഥകൾ നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ചെറുപ്പത്തിൻ്റെ ആ ചോരത്തിളപ്പുള്ള പ്രായത്തിലല്ല, അങ്ങനെ മനസ്സിനല്ല കട്ടിയുള്ള സമയത്തല്ല, ആ വാർദ്ധക്യത്തിൻ്റെ സമയത്ത്, ആ വലിയ ആ പ്രായത്തിൻ്റെ അവസ്ഥ നിങ്ങൾ ഓർക്കണം. മൃതപ്രായമായ ശരീരം നിങ്ങൾ ഓർക്കണം. ഏത് പ്രായത്തിലാണ് തൻ്റെ കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ വേണ്ടി അബ്രാഹാം തീരുമാനമെടുത്തത്? ദൈവത്തെ അനുസരിക്കാൻ വേണ്ടി. അബ്രാഹാം ആ കുഞ്ഞിൻ്റെ കൈയും കാലും പിടിച്ചു കെട്ടി ആ ബലിപീഠത്തിലേക്ക് വെച്ചു, വിറകിൻ്റെ മുകളിലേക്ക് വെച്ചു, ആ വിറക് കത്തിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തു. അതിനുശേഷം ഈ കുഞ്ഞിനെ വധിക്കാൻ വേണ്ടി കത്തി ആഞ്ഞ് ആ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് നിപതിക്കാൻ വേണ്ടി ആഞ്ഞ് വെട്ടാൻ തുടങ്ങുന്ന സമയത്താണ് ദൂതൻ ഇടപെടുകയാണ്. കാരണം ദൈവത്തിന് മനസ്സിലായി അബ്രാഹാം അനുസരിക്കും. ഈ കാര്യത്തിൽ അബ്രാഹാം എന്നെ അനുസരിക്കും. ദൈവത്തിന് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ദൈവം കുഞ്ഞിനെ ബലിയർപ്പിക്കുന്നുള്ളതല്ല, അബ്രാഹത്തിന് അനുസരണം എത്രമാത്രം ഉണ്ടെന്ന് അറിയുന്നതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മനസ്സ് നിറഞ്ഞ അനുഗ്രഹിക്കുന്ന കാഴ്ചയാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 22-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള തിരുലിഖിതങ്ങൾ. എന്നിട്ട് അനുഗ്രഹങ്ങൾ എത്ര അനുഗ്രഹിച്ചത് മതിയാവില്ല. ഞാൻ ശപഥം ചെയ്യുന്നു, നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതികളെ അനുഗ്രഹിക്കും, തലമുറകളെ അനുഗ്രഹിക്കും, ലോകാവസാനം വരെ ഞാൻ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ എത്ര പറഞ്ഞിട്ടും അനുഗ്രഹിച്ചിട്ടും ദൈവത്തിന് മതിയാവാത്ത പോലെ ദൈവം പിന്നെ അനുഗ്രഹിക്കുകയാണ്. എന്നിട്ട് 18-ാമത്തെ വാക്യം നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതികളിലുള്ള ലോകത്തുള്ള മുഴുവൻ ജനതകളും അനുഗ്രഹിക്കപ്പെടും. പിന്നെ അനുഗ്രഹം കൊടുക്കുകയാണ്. അനുസരണത്തിലൂടെ അനുഗ്രഹം. എല്ലാ അനുഗ്രഹങ്ങളുടെയും തൊട്ട് മുമ്പ് ഒരു അനുസരണം ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സാംസൺ അച്ഛൻ, എനിക്കറിയാം അച്ഛൻ്റെ ജീവിതം അനുസരണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒരു ജീവിത വഴിയിലൂടെ നടന്ന് അനുസരണത്തിൻ്റെ മർമ്മം മനസ്സിലാക്കിയ സാംസൺ അച്ഛൻ അതിനെക്കുറിച്ച് കൂടുതലായി നമ്മളോട് സംസാരിക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം അതിൽ 19-ഉം 20-ഉം തിരുലിഖിതങ്ങൾ. അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും, അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിന് ഇരയായി തീരും, കർത്താവ് അരുൾ ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ അനേക വ്യക്തികളും കുടുംബങ്ങളും പേഴ്സണലായി സംസാരിച്ചിട്ടുണ്ട്. മക്കളും അല്ലെങ്കിൽ ജീവിത പങ്കാളിമാരും പരസ്പരം വിധേയത്വമില്ല, അനുസരണമില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒത്തിരിയേറെ വിഷമങ്ങൾ പറയുന്നത് അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
എന്നാൽ ചിലർ പറയും എൻ്റെ മക്കൾ നന്നായിട്ട് അനുസരിക്കും, അവർ വിധേയപ്പെടും, എൻ്റെ വാക്കുകൾ കേൾക്കും, അവരുടെ കുടുംബത്തിൽ ധാരാളം അനുഗ്രഹം കിട്ടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റു പലരും മക്കളുടെ ആ തൻപോരിമ ഭാവത്തെയും അവരുടെ ആ ഒരു ഹൃദയകാഠിന്യത്തെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി കരയുന്ന ഒരു അനുഭവം. എന്നാൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഔസേപ്പ് പിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിതത്തിൽ തങ്ങളുടെ പുത്രനായ ഉണ്ണിയേശുവിനെ ബാലനായിരുന്നു നഷ്ടപ്പെട്ട ഒരു കാലം അവർ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. തിരികെ പ്രാർത്ഥന കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ട മകനെ കാണാനില്ല. അവർ വീണ്ടും തിരിച്ച് ദേവാലയത്തിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ വേദശാസ്ത്രികമായി തർക്കിച്ചിരിക്കുന്ന യേശുവിനെ അവർ കണ്ടെത്തുകയാണ്. എന്നാൽ അവരോടൊപ്പം തിരിച്ച് വന്ന് ഈശോ പിന്നീട് അവർക്ക് വിധേയനായി ജീവിച്ചുവെന്ന് ലൂക്കായുടെ സുവിശേഷം അതിൽ 2-ാം അധ്യായത്തിൽ 51-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇതെല്ലാം ഹൃദയത്തിൽ സംസ്കരിച്ചു എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. പിന്നീട് ഈശോ തൻ്റെ മാതാപിതാക്കൾക്ക് വിധേയനായി അനുസരണമുള്ളവനായി ജീവിച്ചു. മാതാപിതാക്കൾ മാത്രമല്ല, തന്നെ ഈ ലോകത്തിലേക്ക് അയച്ച തൻ്റെ പിതാവിനോട് ഇങ്ങനെയൊക്കെ അനുസരിക്കാൻ പറ്റുമോ അത്രയും വിധേയപ്പെട്ട് ഈശോ ജീവിക്കുന്നത് കാണുന്നുണ്ട്. ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 8-9 തിരുലിഖിതങ്ങൾ പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണ അഭ്യസിച്ചു. പൂർണ്ണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരണക്കെല്ലാം നിത്യ രക്ഷയായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു തൻ്റെ ജീവിതത്തിൽ തൻ്റെ മാതാപിതാക്കളോടും തൻ്റെ സ്വർഗീയ പിതാവിനോടും വിധേയപ്പെട്ട് ജീവിച്ചു. സഹനം സ്വീകരിക്കാൻ, കുരിശുമരണം സ്വീകരിക്കാൻ, ചാട്ടവാറടിയേക്കാൻ, എന്തെല്ലാം തൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു അതെല്ലാം എളിമപ്പെട്ട് സ്വീകരിച്ചപ്പോൾ പിതാവ് തൻ്റെ പുത്രനെ അത്രയധികം ഉയർത്തി എന്ന് വചനം നമ്മൾ കാണുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം, ഈ അനുസരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തി ഒരു അനുഭവം പങ്കുവെച്ചത് ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ അപ്പനെ കുറിച്ചാണ് പറയുക. അപ്പൻ നാട്ടിലൊരു സ്ഥലത്ത്, പാലായിലെ ഭാഗത്തൊരു സ്ഥലത്താണ്, 12 മക്കളുണ്ട് അവരുടെ കുടുംബത്തിൽ. ഈ മനുഷ്യൻ ആ വീട്ടിലെ ഏറ്റവും മൂത്തയാളാണ്. 12 മക്കളുള്ള അപ്പൻ ഈ തൻ്റെ മൂത്ത മകനെ കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് 2-3 മക്കളായി. അപ്പോൾ അതിന് തൊട്ട് പിന്നാലെ അടുത്തയാൾ കല്യാണം കഴിച്ചു. പിന്നെ അടുത്തയാളുടെ, അങ്ങനെ 2-3 ആൾ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ മൂത്ത മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, ഇനി നിന്നെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റില്ല. നീ അതുകൊണ്ട് നീ തന്നെ എവിടെയെങ്കിലും പോയി നീയും നിൻ്റെ ഭാര്യയും മക്കളും ഉപജീവന മാർഗം കണ്ടെത്തണം. അപ്പോൾ ഈ അപ്പനോട് മൂത്ത മകൻ ചോദിക്കുകയാണ്, ഇപ്പാ ഞാൻ ഈ 2 മക്കളെയും ഭാര്യയും കൊണ്ട് എവിടെ പോകും? നീ അധ്വാനം ജീവിക്കണം, എനിക്ക് നിനക്ക് തരാനിതാ. അന്നത്തെ കാലം ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നത്തെ കാലത്ത് 50 രൂപ ഈ അപ്പൻ മകൻ്റെ കയ്യിലേക്ക് കൊടുത്തു. മകൻ 50 രൂപ കയ്യിലേക്ക് മേടിച്ചിട്ട്, അപ്പാ ഈ 50 രൂപ ഞാൻ എന്ത് ചെയ്യും? കർത്താവ് നിന്നെ അനുഗ്രഹിച്ചുകൊള്ളും. നീ എൻ്റെ വാക്ക് അനുസരിക്കുന്നപ്പുറം നീ പിതാവായ ദൈവത്തെ, നിൻ്റെ സൃഷ്ടാവിനെ അനുസരിക്കുക. എന്നിട്ട് അപ്പൻ ആ മകൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് ആ മകൻ്റെ ഭാര്യയെയും മക്കളെയും കൂടെ പറഞ്ഞു വിട്ടു. അവരവിടുന്ന് യാത്ര ചെയ്ത് മലബാറിലെ ഏടോ ദേശത്ത് പോയി. 50 രൂപ അന്നത്തെ കാലഘട്ടത്തെ കയ്യിലുണ്ട്. യാത്ര ചെയ്ത് ബാക്കി കാര്യങ്ങളിലൊക്കെ കുറച്ച് പൈസ കയ്യിലുണ്ട്, 30-40 രൂപ. അവിടെ ചെന്നപ്പോൾ അവർക്ക് കിട്ടിയത് കുറേ പാറക്കെട്ട്, കല്ലുകൾ നിറഞ്ഞൊരു സ്ഥലം. ആളുകൾ ഈ മനുഷ്യൻ ഈ പാറക്കെട്ട് വാങ്ങിച്ചു. അവിടെയുള്ള ആളുകൾ ഇങ്ങനെ കളിയാക്കി, എവിടെ നിന്ന് ഒരു നാട്ടിൽ നിന്ന് ദൂരത്തുനിന്ന് വന്നിട്ട് ഒരു വരുത്തം വന്നിട്ട് ഇവിടെ ഒരു പാറക്കെട്ട് വാങ്ങിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ മനുഷ്യൻ ആ പാറക്കെട്ടിൽ ഒരു തരി മണ്ണ് കണ്ടെത്താൻ പറ്റിയില്ലെന്നാണ്. ആ മനുഷ്യൻ ഒരു തരി മണ്ണ് അവിടെ ഇല്ല, പക്ഷേ എനിക്ക് മറ്റൊന്ന് വാങ്ങാൻ എൻ്റെ കയ്യിൽ കിട്ടിയില്ല. അങ്ങനെ ആ മനുഷ്യൻ ആ പാറക്കെട്ടിൻ്റെ സൈഡിൽ ഒരു ചെറിയ കൂര വെച്ച് പുറത്ത് ജോലി ചെയ്ത് കൂലിപ്പണിക്ക് പോയി ജീവിക്കുക. അങ്ങനെ കുറേ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനോട് ഒരു വ്യക്തി ചോദിക്കുകയാണ്, ഈ കുറച്ച് കല്ല് എനിക്ക് തരാമോ? അങ്ങനെ പാറ പൊട്ടിച്ചു വിൽക്കാൻ തുടങ്ങി. ആ പാറ പൊട്ടിച്ച് അത് പിന്നെ 1 ലോഡായി, 10 ലോഡായി, 50 ലോഡായി. അങ്ങനെ ഒരു ദിവസം 24 മണിക്കൂറും മെഷീൻ വെച്ച് ഈ കല്ലുകൾ പൊട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ അതൊരു വലിയൊരു ഒരു കരിങ്കൽ യൂണിറ്റായി ഉയർന്നു. ഇന്ന് ആ മനുഷ്യൻ പറയാണ്, എൻ്റെ മക്കളും എൻ്റെ മക്കളുടെ മക്കളും 7 തലമുറകൾക്ക് ജീവിക്കാൻ വേണ്ട സ്വത്ത് ഇന്ന് എൻ്റെ ഉണ്ട്, ഈ ഒരു പാറക്കെട്ടിൽ എനിക്കുണ്ട് അച്ഛാ. ഞാൻ എൻ്റെ അപ്പൻ പറഞ്ഞതനുസരിച്ചപ്പോൾ, അപ്പനോട് എതിർത്ത് പറയാതെ അനുസരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹമാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഒരു ചെറിയ കാര്യങ്ങൾ നാം ദൈവത്തെയും അല്ലെങ്കിൽ മനുഷ്യരെയും
അനുസരിക്കുമ്പോൾ അതിലൂടെ കർത്താവ് നമ്മളെ ധാരാളം അനുഗ്രഹിക്കും. എഫേസ്യരുടെ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 1, 2, 3 തിരുലിഖിതങ്ങളിലൂടെ കർത്താവ് ഇങ്ങനെ ഒരു വചനം പറയുന്നുണ്ട്: കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായവും യുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിന് വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. മാതാപിതാക്കളെ, അധ്യാപകരെ, ഗുരുബോധകരെ, വൈദികരെ, പിതാക്കന്മാരെ, ഇങ്ങനെ നമുക്ക് മുകളിൽ പ്രായമുള്ളവരെയും ബഹുമാനിക്കേണ്ടവരെയും അനുസരിക്കുകയും അവരുടെ മുമ്പിൽ എളിമപ്പെടുകയും ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വചനം അന്വർത്ഥമാകും: അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ നീ ഐശ്വര്യം ദർശിക്കും. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 51-ാമത്തെ തിരുലിഖിതം. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 51: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിച്ചാൽ നീ ഒരിക്കലും നശിക്കുകയില്ല, ഒരിക്കലും നശിക്കുകയില്ല. സഭാപ്രസംഗകൻ 10-ാം അധ്യായം 4-ാം തിരുലിഖിതം: രാജാവ് കോപിച്ചാൽ സ്ഥലം വിടാതെ അവിടെ തന്നെ നിൽക്കുക, വിധേയത്വം വലിയ തിന്മകൾക്ക് പരിഹാരമായി ഭവിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നത്തെ ഒരു പ്രത്യേക ടെൻഡൻസിയാണ് എതിർക്കുക, റിബല്യസ് നേച്ചർ, വിമത സ്വഭാവം, തന്നിഷ്ടം, ആർക്കും വിധേയപ്പെടാൻ പറ്റാത്ത അവസ്ഥ. ദൈവത്തിൻ്റെ വചനത്തെ പഠിപ്പിക്കുകയാണ്, വിധേയത്വം വഴി വളരെ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടും. വിധേയത്വം വലിയ തിന്മകൾക്ക് പരിഹാരമായി ഭവിക്കും. വരാനിരിക്കുന്ന വലിയ അനർത്ഥങ്ങൾ നീങ്ങിപ്പോകുന്നത് വിധേയത്വം വഴിയായിരിക്കും. വലിയ വലിയ മാരകവ്യാധികൾ, വലിയ തകർച്ചകൾ, സാമ്പത്തിക കടബാധ്യതകൾ, ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി പീഡകൾ പോകാൻ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതിനു മുമ്പേ അനുസരണത്തിലൂടെ കടന്നു പോകാൻ ഒരു പാതയിൽ ദൈവം നമ്മളെ നടത്തുന്നുണ്ടായിരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്: രാജാവ് കോപിച്ചാൽ, നിന്റെ മേലധികാരി നിന്നോട് കർക്കശമായി പെരുമാറുമ്പോൾ, നിന്റെ ദൈവം നിനക്ക് തന്നിരിക്കുന്ന വ്യക്തികൾ, ഒരുപക്ഷെ സൂപ്പർവൈസറാകാം, ഒരുപക്ഷെ കുടുംബത്തിലെ നിൻ്റെ മൂത്തവരായിരിക്കാം, നിനക്ക് പ്രായത്തിൽ മൂത്തവരായിരിക്കാം, ഒരുപക്ഷെ ടീച്ചറായിരിക്കാം, ഒരുപക്ഷെ നിൻ്റെ ചുമതലയുള്ള ചാർജ് വഹിക്കുന്ന വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ നിൻ്റെ പ്രയർ ഗ്രൂപ്പ് ലീഡറായിരിക്കാം, ആരും ആയിക്കൊള്ളട്ടെ, മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്നവർ, പ്രായത്തിൽ മൂത്തവർ, നിന്നോടൊരു കാര്യം പറയുമ്പോൾ നീ തട്ടിക്കയറി അതൊക്കെ തട്ടിമറിച്ചിട്ട് നീ നിൻ്റെ സ്വന്തം പാത വെട്ടി പോകുമ്പോൾ അത് ഒരു അനുഗ്രഹമില്ലാത്ത യാത്രയാണ് മക്കളെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുകയാണ്, സഭാപ്രസംഗകൻ 10:4: രാജാവ് കോപിച്ചാൽ സ്ഥലം വിടാതെ അവിടെ തന്നെ നിൽക്കുക, വിധേയത്വം വലിയ തിന്മകൾക്ക് പരിഹാരമായി ഭവിക്കും. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു അനോയിൻറ്റിങ് നിറയാൻ വേണ്ടി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ മുട്ടിന്മേൽ നിന്ന് തീഷ്ണതയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ സമയം പ്രാർത്ഥിക്കാം. എളിമയുടെയും വിനയത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ആത്മാവാണ് നമ്മളെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നത്. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. വീണ്ടും വചനം പഠിപ്പിക്കുന്നു, എളിമയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു. പരിശുദ്ധ അമ്മ ഇങ്ങനെയാണ് ദൈവസ്ഥാനം ഉദ്ഘോഷിക്കുന്നത്: തൻ്റെ ദാസിയുടെ താഴ്മയെ അവിടുന്ന് തൃക്കൺ പാർത്തു. തൻ്റെ ദാസിയുടെ താഴ്മയെ അവിടുന്ന് തൃക്കൺ പാർത്തു. ഈ സമയം പരിശുദ്ധാത്മാവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഈ ദിവ്യകാരുണ്യ ആശീർവാദ സമയത്ത് എൻ്റെ മേൽ ശക്തമായി ആവസിക്കണമേ, എന്നെ ഉരുക്കി വാർക്കണമേ. ഓ ജീവിക്കുന്ന ദൈവത്തിൻ്റെ അരൂപിയെ, അവിടുന്ന് എൻ്റെ മേൽ വന്ന് എന്നെ പുതുക്കി പണിയണമേ. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. രോഗികൾ ഈ സമയം ശക്തമായി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. അനുസരിക്കാൻ പറ്റാത്ത മക്കൾ, ഹൃദയത്തിൽ കൃപ നഷ്ടപ്പെട്ടവർ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഹൃദയം മന്ദീഭവിച്ചു പോയവർ,
ദൈവസന്നിധി ഹൃദയം അടഞ്ഞു പോയവർ, കല്ലുപോലെ ഹൃദയം കല്ലിച്ചു പോയ അവസ്ഥയുള്ളവർ, സകല മക്കൾ സകല അശുദ്ധിയിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തുന്നു, ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വലിയ ആഗ്രഹത്തോടെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവത്തിൻ ആരൂപിയേ, നവ്യമാ ഞങ്ങളിൽ പതിക്കേണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുത്തു, സ്നേഹം നിറച്ചു വർഷിക്കണമേ. ഇപ്പോൾ അത്ഭുതങ്ങളെ വർഷിക്കണമേ. ഹൃദയങ്ങളെ തൊടണമേ ഈശോയെ. കർത്താവേ, അവിടുന്ന് അഭിഷേകം ചെയ്യണം, അവിടുന്ന് തൊടണമേ കർത്താവേ.